അമേരിക്കൻ സർവകലാശാലകളിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ കഴിഞ്ഞ വർഷം വൻ ഇടിവ് രേഖപ്പെടുത്തിയെന്ന പുതിയ കണക്കുകൾ പുറത്തുവരികയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് ക്രോണിക്കിൾ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന F1 വിസകളുടെ എണ്ണത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കുറവുണ്ടായിട്ടുണ്ട്. 2025 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മാത്രം വിസ അനുവദിക്കുന്നതിൽ 36% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 97,000 വിസകളുടെ കുറവാണ് കാണിക്കുന്നത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിലാണ് ഏറ്റവും വലിയ ഇടിവ് ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഏകദേശം 22,000 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിസ ലഭിച്ചത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 60% കുറവാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഈ കുത്തനെയുള്ള ഇടിവ് അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ ഇടിവിന് പിന്നിൽ പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മെയ് മാസത്തിൽ വിസ ഇന്റർവ്യൂകൾക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഒരു കാരണമായി കരുതപ്പെടുന്നു. ഇതിനു പുറമെ അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ വന്ന മാറ്റങ്ങളും വിദ്യാർത്ഥികളുടെ താല്പര്യം കുറയാൻ കാരണമായിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനം പോലുള്ള നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയ സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായിരുന്നു. പിന്നീട് ഈ നടപടികൾ പലതും തിരുത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ ഭീതി മാറിയിട്ടില്ല. കൂടാതെ പഠനശേഷം അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ, അതായത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പരിമിതപ്പെടുത്താനുള്ള നീക്കങ്ങളും വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. വിദേശ വിദ്യാർത്ഥികളുടെ കുറവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും സർവകലാശാലകളെയും പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം $43 ബില്യൺ സംഭാവന നൽകിയതായാണ് നാഫ്സ അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സ് വ്യക്തമാക്കുന്നത്. പല മാസ്റ്റേഴ്സ്, ഡോക്ടറൽ പ്രോഗ്രാമുകളും പ്രധാനമായും വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് തുടർന്നാൽ സർവകലാശാലകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ഗവേഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. അതേസമയം വിസ ചട്ടങ്ങളിലെ സങ്കീർണതയും പുതിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പരിശോധനകളും വിദ്യാർത്ഥികൾക്ക് അമേരിക്കയോടുള്ള താല്പര്യം കുറയാൻ കാരണമായിട്ടുണ്ട്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളെ ബദലായി കാണുന്നുണ്ടെങ്കിലും അവിടെയും നിയമങ്ങൾ മാറുന്നത് പ്രവാസികളെ കുഴപ്പിക്കുന്നുണ്ട്. 2024-25 അധ്യയന വർഷത്തിൽ അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 3,63,019 ഉയർന്നിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 10% വർധനവായിരുന്നു എണ്ണത്തിൽ ഉണ്ടായിരുന്നത്. അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യ ചൈനയെ മറികടക്കുകയും അത് ചെയ്തിരുന്നു. മൊത്തം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏകദേശം 31% ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ STEM മേഖലകളിലാണ് ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. അതിനിടെ വിദ്യാർത്ഥി വിസയിൽ എത്തുന്നവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് ബെനിഫിറ്റ് ആയ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT നിർത്തലാക്കാനോ പരിമിതപ്പെടുത്താനോ ഉള്ള നീക്കങ്ങൾ US ഭരണകൂടം ആരംഭിച്ചിരിക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സംബന്ധിച്ച പുനഃപരിശോധന ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ OPT സംവിധാനം അമേരിക്കയുടെ തൊഴിൽ വിപണി, നികുതി ഘടന, ദേശീയ സുരക്ഷ എന്നിവയ്ക്ക് അനുയോജ്യമാണോ എന്നാണ് പരിശോധിക്കുന്നത്.